സന്ധിയാണ് സന്ധ്യ എന്നതിൻ്റെ അടിസ്ഥാനം. ഇനി സന്ധ്യ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്. സന്ധ്യകൾ പലതുണ്ട്, 2-3 സന്ധ്യകളുണ്ട്. സന്ധി എന്ന് പറഞ്ഞാൽ ഒരു കൺജങ്ഷൻ, ജംഗ്ഷൻ, ജോയിൻറ്റ്, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ സാധാരണഗതിയിൽ പ്രകൃതിയിലെ സന്ധ്യയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സന്ധ്യ എന്ന ശബ്ദത്തിന് വേറെ അർത്ഥമുണ്ട്, പ്രാർത്ഥന. സന്ധ്യാശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ്. ഒരർത്ഥം, ഒരുപാട് അർത്ഥങ്ങളാണ്. പ്രാർത്ഥനാനിരതരായിരിക്കേണ്ട സമയം എന്നർത്ഥം. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ബ്രാഹ്മണർ സന്ധ്യാവന്ദനം ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് ചിലരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സന്ധ്യാശബ്ദത്തിന് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇനിയും ഒരു യുഗം കഴിഞ്ഞ് അടുത്ത യുഗം വരെയുള്ള ആ ഒരു ഇൻ്റർവെൽ, ആ ഇൻ്റർവെൽ പീരിയഡ്, അതും സന്ധ്യയാണ് വാസ്തവത്തിൽ. ഇങ്ങനെ നാനാർത്ഥങ്ങളാണ് സന്ധ്യാശബ്ദത്തിന് വരുന്നത്. ചുരുക്കത്തിൽ ഈ സന്ധ്യാശബ്ദം അതിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ നോക്കുമ്പോൾ, സന്ധ്യാശബ്ദത്തിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സമയം പൂർണ്ണമായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അമ്മയെപ്പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈശ്വരനോടുള്ള അർത്ഥനയാണ്. പ്രാർത്ഥന ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പൊതുവെ പ്രകൃതിയിൽ കുറേ കാലുഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും ഇത്, ആയിരിക്കാം. അപ്പോൾ അമ്മ പറയുന്നത് ആ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ധർമ്മം വീണ്ടും ധർമ്മത്തിലേക്ക് വരികയാണ്. ആചരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം? ധർമ്മം ആചരിക്കാത്ത ഒരാൾ ചുമ്മാതിരുന്നാൽ കുഴപ്പമില്ല. ഈ ധർമാചരണം എന്തിനാണെന്നൊരു ചോദ്യം വരും. ഞാൻ ധർമ്മം ആചരിക്കുന്നില്ല, ഓക്കെ, എന്നാൽ കിടന്നുറങ്ങാവോ? മുചുകുന്ദൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ കിടന്നുറങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. മനസ്സിന് സമാധാനമില്ലല്ലോ, അതും സാധിക്കത്തില്ല. മനസ്സിന് സമാധാനമില്ലാത്തവൻ എങ്ങനെ ഉറങ്ങും? അപ്പോൾ സന്ധ്യാവേളകളിൽ സന്ധ്യാവന്ദനം അല്ലെ പ്രാർത്ഥനകൾ ചെയ്തില്ലെങ്കിൽ അവിടെ ചോദ്യം വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള മനസ്സിൻ്റെ ഗതി അനുസരിച്ച് ആവശ്യമില്ലാത്ത കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കർമ്മങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആവശ്യമുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ആവശ്യമുള്ള കർമ്മങ്ങളെല്ലാം, അതായത് ആത്മാവിനെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധർമ്മമായിട്ട് ഭവിക്കുന്നു. ആ അർത്ഥത്തിൽ വാസ്തവത്തിൽ ഈ ആധ്യാത്മികതയും ലൗകികതയും ഒരിക്കലും രണ്ടായിട്ട്, അല്ലെങ്കിൽ ആധ്യാത്മികതയും ഭൗതികതയും ഒരിക്കലും രണ്ടായിട്ട് നമ്മുടെ ആചാര്യന്മാർ കണ്ടിരുന്നേയില്ല. സാധാരണ ഭൗതിക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ എല്ലായിടത്തും ആധ്യാത്മികത അടിസ്ഥാനമായിരുന്നു. ആധ്യാത്മികതയിൽ നിന്നും വേർതിരിച്ച ഒരു ഭൗതികത ഭാരതം വാസ്തവത്തിൽ അനുശാസിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എല്ലാത്തിലും ആധ്യാത്മികതയുണ്ട്. എല്ലാത്തിലും ആധ്യാത്മികതയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥം വരുന്നത്? ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഭൗതികത അതിൻ്റെ വിപരീതാർത്ഥമാണ്. ലൗകികത വേറെ. ആധ്യാത്മികമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ജീവിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ലൗകികമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക തൃഷ്ണകളുമായിട്ട് ജീവിക്കുക, ജീവിതം മുഴുവൻ ഭോഗാസ്വാദനത്തിനുള്ളതാണ് എന്ന ധാരണയിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അത് ലൗകിക ജീവിതമാണ്. ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും പ്രധാനം അമ്മയുടെ ഭാഷയിൽ ബോധമാണ്. ബോധപൂർവമുള്ള ജീവിതം. വർത്തമാനകാലത്തിൽ മാത്രം ജീവിക്കാൻ അമ്മ പറയും. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറയാം. വർത്തമാനകാല ജീവിതം, ഇപ്പോൾ നിലവിലുള്ള ജീവിതം, അത് ബോധപൂർവം ജീവിച്ചാൽ എന്തായി മാറും? വർദ്ധമാന സന്തോഷം ഉണ്ടാകും. വർത്തമാനകാല ജീവിതത്തിൽ ബോധപൂർവം ജീവിച്ചാൽ വർദ്ധമാന സന്തോഷമുണ്ടാകും. ഒന്ന് വർത്ത, ഒന്ന് വർദ്ധ. എവർ ഇൻക്രീസിങ് ഹാപ്പിനെസ്, എപ്പോഴും കൂടുതൽ കൂടുതൽ തിളങ്ങുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകും. ഉള്ളിൽ നിന്ന് സന്തോഷം കിട്ടുന്നവന് ബാഹ്യ സന്തോഷങ്ങൾ എന്തിന്? സ്വന്തം വീട്ടിൽ ഭാര്യ നല്ലൊരു കുക്കാണെങ്കിൽ ആരും വെളിയിൽ പോയി ആഹാരം കഴിക്കാറില്ല.
പക്ഷേ ഇത് കുറേ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ ആകത്തുകയെ നമ്മൾ വാസന എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ഡിമാൻഡ്സ് കൂടും. പിന്നെ ഈ സന്ധ്യ എന്ന വാക്കിനെ വീണ്ടും നമ്മൾ വിശ്ലേഷിച്ചാൽ ഒരു സമർപ്പണത്തിൻ്റെ ഭാവം കൂടാണത്. പകല് ഉച്ചയിൽ പോയി ലയിക്കുന്നു, ഉച്ച അല്ലെങ്കിൽ തീവ്രമായ മധ്യാഹ്നം അതിനുശേഷമുള്ള സമയം പോയി ത്രിസന്ധിയിൽ ലയിക്കുന്നു. പിന്നെ വീണ്ടും അർദ്ധരാത്രിയുണ്ട്. ഇവിടെല്ലാം വാസ്തവത്തിൽ പ്രകൃതിയുടെ ഒരു ലയനത്തിൻ്റെയും ഒരു സമഗ്രതയുടെയും സമർപ്പണത്തിൻ്റെയും ഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇത് വാസ്തവത്തിൽ ശാസ്ത്രം വെളിയിൽ നിന്നുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളുടെ നിരീക്ഷണക്കുറവ് കൊണ്ടാണ് ശാസ്ത്രം പലപ്പോഴും ഇല്ലാതായി പോകുന്നത്. അല്ലെങ്കിൽ എല്ലാം ശാസ്ത്രമാണ്. പുരാണങ്ങളിൽ പറയുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു ഉണ്ടായത് ത്രിസന്ധിക്കാണെന്നാണ്. അപ്പോൾ ത്രിസന്ധിക്ക് സാധാരണ ആഹാരം കഴിക്കരുതെന്ന് പറയാറുണ്ട്. ഒന്നുകിൽ ഒരു 7 മണി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ്. എന്തായാലും ഈ സന്ധ്യയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സന്ധ്യാസമയത്ത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും നാമം ചൊല്ലടാ. നാമം ചൊല്ലടാ എന്ന് പറഞ്ഞാൽ രാമനാമം ചൊല്ലടാ എന്നർത്ഥം. അപ്പോൾ അവരെ കാണിക്കാനായാലും കൊള്ളാം, അവരോടുള്ള പേടി കൊണ്ടായാലും കൊള്ളാം. അമ്മ പറയുന്നുണ്ടല്ലോ ഭയഭക്തി വേണമെന്ന്. എന്തായാലും രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഇത് കുറച്ച് സമയം ചൊല്ലും. ആ സമയത്ത് കൈ തൊഴുതിരിക്കണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാലേ ആഹാരം കൊടുക്കത്തുള്ളൂ. എന്നാലോചിച്ച് നോക്കുക, എത്ര മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എത്രയോ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മാറ്റം വരുന്നത് നല്ലതാണ്. പക്ഷേ ഈ മാറ്റം കൊണ്ട് സമാധാനം ഉണ്ടാവണം. സമാധാനം ഉണ്ടാക്കാത്ത മാറ്റങ്ങൾ ശരിയായ മാറ്റങ്ങളല്ല. മാറ്റം വരുത്തേണ്ടെന്ന് ആരും പറയുന്നില്ല. വാസ്തവത്തിൽ അവതാരപുരുഷന്മാരും മഹാത്മാക്കളും മഹായോഗികളും എല്ലാവരും മാറ്റം വരുത്താനായിട്ട് വന്നിട്ടുള്ള 1ാം ക്ലാസ് വിപ്ലവകാരികളാണ്. വിപ്ലവം മാറ്റമെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വിപ്ലവകാരികളാണ് ഇവരെല്ലാവരും. പക്ഷേ അവർ വരുത്തിയ മാറ്റം മനസ്സുകളിലായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ശരിയായ പരിവർത്തനം നടത്തേണ്ടത് മനസ്സിലാണ്, ബാഹ്യമായിട്ടല്ല. ബാഹ്യമായിട്ട് പൂർണ്ണമായ പരിവർത്തനം നടത്താൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. സന്ധ്യയ്ക്കുള്ള ദീപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആബ്സ്ട്രാക്റ്റ് സെൻസ്, അതിൻ്റെ ശരിയായ അർത്ഥം സന്ധ്യ ജ്ഞാനദീപം എന്ന് തന്നെയാണ്.